ഇവിടെ ഏറ്റവും ഒടുവിൽ സുരേന്ദ്രൻ പറഞ്ഞത് കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്ന പ്രകോപന മുദ്രാവാക്യം വരാൻ പോകുന്നു CPM എന്നൊക്കെയാണ് പറഞ്ഞത്. മാത്രമല്ല കടുത്ത മുസ്ലിം പ്രീണനം, രാജ്യസഭാ സീറ്റിൽ എന്തോ സന്തുലിതാവസ്ഥ പാലിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത്. ദാ ഇവിടെ 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 നിങ്ങൾ തന്നെ ഇത് മുസ്ലിം പാർട്ടിയാണെന്ന് അധിക്ഷേപിക്കുന്ന മുസ്ലിം ലീഗ് പറയുന്നു CPMന്റെ മുസ്ലിം വിരുദ്ധ നിലപാട് കാരണം അത് BJPക്ക് വളമായി, അങ്ങനെ BJP വളരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നു മുസ്ലിം പ്രീണനം, ലീഗ് പറയുന്നു മുസ്ലിം വിരുദ്ധത. ഇതിലേതാണ് ശരി സന്ദീപ് വാര്യർ? ആദ്യം ശ്രീ ഷാഫി ചാലിയത്തിൻ്റെ നിലപാടിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ സുരേഷ് ഗോപിക്കെതിരെ അതിനിന്ദ്യവും അതിഹീനവുമായിട്ടുള്ള അധിക്ഷേപവും കള്ളക്കേസുകളുമാണ് കേരളത്തിലുണ്ടായിരുന്നത്. അദ്ദേഹത്തെ വലിയ തോതിൽ വേട്ടയാടി എന്ന UDFൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നിലപാടിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്, സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വേളയിലെങ്കിലും UDF ഇക്കാര്യം തുറന്നു പറഞ്ഞതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. സുരേഷ് ഗോപിയെ പോലെ കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടൻ, ഒരു കലാകാരൻ, ആ കലാകാരനെ അതിനിന്ദ്യമായ രീതിയിൽ മാധ്യമങ്ങളടക്കം കൂട്ടുനിന്നുകൊണ്ട്, മാധ്യമപ്രവർത്തകർ കൂട്ടുനിന്നുകൊണ്ട്, KUWJ കൂട്ടുനിന്നുകൊണ്ട് വേട്ടയാടി എന്ന UDFൻ്റെ നിലപാട് തുറന്നു പറഞ്ഞ ഷാഫി ചാലിയത്തിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ വേളയിൽ അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറായത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ അനിൽകുമാർ സ്ട്രാറ്റജിയാണ്, ഇല്ലാത്ത വലിപ്പം ഉണ്ടാക്കി കൊടുക്കാൻ CPM കാണിച്ച കളിയാണെന്നാണ് പറഞ്ഞത്. അങ്ങനുണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ പോലും സുരേഷ് ഗോപി നിരപരാധിയാണ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പാവമാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾ അതിന് സ്വാഗതം ചെയ്യണ്ടേ? അത് UDFന്റെ നിലപാടാണല്ലോ ഷാഫി ചർച്ചയിൽ പറയുന്നത്, അല്ലാതെ ഷാഫിയുടെ സ്വന്തം നിലപാടല്ലല്ലോ പറയുന്നത്. ഞാൻ സ്വാഗതം ചെയ്യുന്നു, കഴിഞ്ഞില്ലേ? ഈ അനിൽകുമാർ പറഞ്ഞ കാര്യം, അനിൽകുമാർ പറഞ്ഞത് കുമ്മനം രാജശേഖരനോട് എന്തോ പിണറായി വിജയൻ മാറി നിൽക്കാൻ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഹാഷ്മിക്ക് ഒരു പക്ഷേ ചരിത്രം അറിയുന്നുണ്ടാവും. ഹാഷ്മിക്ക് മാറാട് കലാപ സമയത്ത് ഉണ്ടായിട്ടുള്ള കാര്യമൊക്കെ അറിയുന്നുണ്ടാവും. അന്ന് പിണറായി വിജയൻ മാറാട് കടപ്പുറത്തേക്ക് പോയ സമയത്ത് മാറാട് കടപ്പുറത്തെ സ്ത്രീകൾ പിണറായി വിജയനെ അങ്ങോട്ട് കയറ്റിയില്ല, അവിടെ തടഞ്ഞു. ഇത് ഓരോ വീടും ഇതെന്താ RSSന്റെ ശാഖയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റാത്ത വ്യസനത്തിൽ പിണറായി വിജയന് തിരിച്ചു പോരേണ്ടി വരികയാണ് ചെയ്തത്. അവിടെ സ്ത്രീകൾ തടഞ്ഞ് തിരിച്ചു പോരുന്ന പിണറായി വിജയനായിരുന്നെങ്കിൽ ഇവിടെ ഓഖിയടിച്ച സമയത്ത് ചില ആളുകൾ പങ്കായ എടുത്ത സമയത്ത് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് കാറിൽ കയറി ഓടുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഊരിപ്പിടിച്ച വാളിന്റെയും ഉയർത്തിപ്പിടിച്ച കത്തിയുടെയും നടുക്കിലൂടെ നടന്ന കാര്യവും പ്രത്യേക ആക്ഷൻ കാണിച്ചപ്പോൾ സുധാരം മറിഞ്ഞു വീണ കാര്യം പറഞ്ഞതുപോലെ അടുത്ത തള്ളുകഥയുമായിട്ട് ഇങ്ങനെ ഈ ചാനൽ ചർച്ചകൾ വന്നിരുന്ന് സഖാക്കൾക്ക് കൈയടിക്കാനുള്ള കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് അനിൽകുമാറിനോട് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവർ നിങ്ങളുടെ സഖാക്കൾ ഇത് വിശ്വസിച്ചു പോകും. നിങ്ങൾ പറയുന്ന മണ്ടത്തരങ്ങൾ അവസാനം ഞങ്ങൾ തന്നെ ഇരുന്ന് ട്രോളേണ്ടി വരും. മറ്റൊരു കാര്യം താങ്കൾ സൂചിപ്പിച്ചത് മുസ്ലിം ലീഗിന്റെ MP മാരെ കാണിച്ച് ഇതാ മുസ്ലിങ്ങൾക്ക് MP ഉണ്ട് എന്ന് പറഞ്ഞ് BJP വോട്ട് പിടിച്ചു എന്നാണ് അനിൽകുമാർ പറയുന്നത്. ഞാൻ വെല്ലുവിളിക്കുകയാണ് അനിൽകുമാറെ, കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ NDA മതം പറഞ്ഞ് വോട്ട് പിടിച്ചു എന്ന് ഒരു പരാതി നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു വേളയിലും LDFോ UDFോ BJPയുടെയോ NDAയുടെയോ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മതം പറഞ്ഞ് വോട്ട് പിടിച്ചു എന്നൊരാക്ഷേപം നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയായി കൊടുത്തിട്ടില്ല. ഒരു മാധ്യമങ്ങളിലും അങ്ങനെ പ്രസ്താവന ഒരു നേതാവും നടത്തിയിട്ടില്ല. അപ്പൊ ചാനൽ ചർച്ചകളിൽ പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത വിദണ്ഡവാദങ്ങളുമായി വരരുത്, അതാണ് പറയാനുള്ളത്. മറ്റൊന്ന്, ഇവിടെ സാദിഖ് അലി തങ്ങൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സൂചിപ്പിച്ചു. സാദിഖ് അലി തങ്ങളുടെ ചന്ദ്രികയിലെ ലേഖനം എന്താ പറയുന്നത്? CPM വധച്ചു, BJP കൊയ്തു. ഈ വിതച്ചതിൽ സാദിഖ് അലി തങ്ങളും ഇല്ലേ? ഞങ്ങൾ കൊയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊയ്തത് സാദിഖ് അലി തങ്ങൾ വധച്ചത് കൂടിയാണ്. എന്താ സാദിഖ് അലി തങ്ങൾ വധച്ചത്? ചന്ദ്രികയിൽ മുമ്പൊരു ലേഖനം വന്നല്ലോ. തുർക്കിയിലെ ഹാഗിയ സോഫിയ ക്രൈസ്തവ ദേവാലയം പിടിച്ചെടുത്ത് മുസ്ലിം പള്ളിയാക്കിയ എർദോഗന്റെ നടപടിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതേ സാദിഖ് അലി തങ്ങൾ എഴുതിയ അതിനിന്ദ്യമായ ക്രൈസ്തവ വിരുദ്ധ ലേഖനം, ആ ക്രൈസ്തവ വിരുദ്ധ ലേഖനം കേരളം മുഴുവൻ ചർച്ച ചെയ്തല്ലേ? അപ്പൊ സാദിഖ് അലി തങ്ങളും വിതച്ചവരിൽ ഒരാളാണ്. CPM നന്നായി വിതച്ചിട്ടുണ്ട്. ആ വിതച്ചതിന്റെ ഫലം അവർക്ക് കിട്ടി. ആലപ്പുഴയടക്കമുള്ള, ധർമ്മടമടക്കമുള്ള, അതല്ലെങ്കിൽ പുന്നപ്ര വയലാറടക്കമുള്ള, ആറ്റിങ്ങലടക്കമുള്ള, തിരുവനന്തപുരം അടക്കമുള്ള സകലമാന സ്ഥലങ്ങളിലും CPMന്റെ പാർട്ടി കേഡർമാരായിട്ടുള്ള ഹിന്ദുക്കൾ, ക്രൈസ്തവർ അവർ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പാർട്ടി വോട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങളോട് ആരാ വിതയ്ക്കാൻ പറഞ്ഞത്? നിങ്ങളോട് ആരാ ഹിന്ദു വിരുദ്ധത നടപ്പാക്കാൻ പറഞ്ഞത്? നിങ്ങൾ രണ്ടു കൂട്ടരും മത്സരിച്ചുകൊണ്ട് ഹിന്ദു വിരുദ്ധത നടപ്പാക്കി. നിങ്ങൾ പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. നിങ്ങളിപ്പോൾ ഇങ്ങനെ സമാധാനത്തിന് മാടപ്രാവളാവണ്ട. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പൊ നിങ്ങൾ വർഗീയ പ്രചാരണം നടത്തിയിട്ടില്ല എന്ന രീതിയിലൊന്നും ആരും എത്തണ്ട. ഈ രണ്ടു കൂട്ടരും വടകരയിൽ വർഗീയ പ്രചാരണം നടത്തിയിട്ടുണ്ട്. ഒരു കൂട്ടർ മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മറുകൂട്ടർ അതിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അതിനെതിരായിട്ടുള്ള വർഗീയത ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആക്ഷേപമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പത്രസമ്മേളനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷവും അതിനു മുമ്പൊക്കെ നിങ്ങൾ തന്നെ പരാതിയായി പരസ്പരം കൊടുത്തിട്ടുണ്ട്. ഈ വർഗീയ പ്രചാരണത്തിന്റെ ആക്ഷേപം ഞങ്ങൾക്കെതിരെ എവിടെ ഉണ്ടായിട്ടില്ല. വർഗീയ പ്രചാരണത്തിന്റെ ആക്ഷേപവും പരാതിയും ഉണ്ടായത് LDFനും UDFനും എതിരെയാണ്.
നിങ്ങളാണ് പരസ്പരം പരാതി കൊടുത്തിട്ടുള്ളത്. ഇതിന് ഞങ്ങൾ എന്തിനാ വർഗീയവാദികൾ എന്ന് വിളിക്കുന്നത്? ശരി ശരി വടകരയിൽ സന്ദീപ്, ശരി നിങ്ങൾ സന്ദീപ്. നടത്തിയിട്ടുള്ള വർഗീയ പ്രചരണത്തിന്റെ അതുണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതം എത്ര വലുതാണ്? ശരി, എനിക്ക് അത് എത്ര വലുതാണ്? എത്ര കാലങ്ങൾ അതവിടെ നിലനിൽക്കും? അത്